സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സുഹൃത്തുക്കളുടെയും മറ്റും അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചുവെന്ന കേസിൽ യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് തീർപ്പാക്കിയത്. ഒന്നുകിൽ തൊപ്പിയെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടും, ഹാജരായില്ല എങ്കിൽ അത് ചൂണ്ടിക്കാട്ടി കേസിൽ കുറ്റപത്രം നൽകുമെന്ന് പോലീസ്. രാഗിൻ ടെലിഫോൺ ലൈനിലുണ്ട് വിവരങ്ങളുമായി. രാഗിൻ, എന്താണ് ഉണ്ടാവുക? ഈ തൊപ്പിയെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് ഇതുവരെയും ലഭ്യമായിട്ടില്ലേ? മോത്തി, സമൂഹ മാധ്യമങ്ങളിലൂടെ സുഹൃത്തുക്കളുടെയും മറ്റും അശ്ലീല ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന സംഭവത്തിൽ ആലുവ സൈബർ റൂറൽ പോലീസാണ് തൊപ്പിക്കെതിരെ കേസെടുത്തിരുന്നത്. തുടർന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ തൊപ്പി ഹാജരായിരുന്നില്ല. തുടർന്ന് പോലീസ് തൊപ്പിയെ പിടികൂടാൻ ഒരു ശ്രമം നടത്തിയിരുന്നതിനിടെ തൊപ്പി ഒളിവിൽ പോവുകയായിരുന്നു. മാത്രമല്ല, ആന്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷൻ മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്യുകയും ചെയ്തു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ. പോലീസ് അതിനെ എതിർത്ത് റിപ്പോർട്ടും കൊടുത്തിരുന്നു. ഇപ്പോൾ ഈ ഹർജി തീർപ്പാക്കിയിട്ടുണ്ട് കോടതി. അതായത് ഈ തൊപ്പിക്കെതിരെ ഇപ്പോൾ നിലവിൽ ഇവിടെ ആലുവയിൽ ചുമത്തപ്പെട്ടിരിക്കുന്നത് ജാമ്യമുള്ള വകുപ്പുകളാണ് എന്ന നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹർജി തീർപ്പാക്കിയിരിക്കുന്നത്. അപ്പോൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ജാമ്യത്തിൽ വിടണം, അല്ലെങ്കിൽ ആ നിലയിലാണ് ഉള്ളത് കാര്യങ്ങൾ. അപ്പൊ പോലീസ് ഇപ്പോൾ നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. പക്ഷെ പുതിയ നോട്ടീസ് നൽകുന്നില്ല എന്നതാണ് ഇപ്പോൾ പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. മറിച്ച് ഈ നോട്ടീസിന്റെ ഭാഗമായിട്ട് ഹാജരായാൽ തൊപ്പിയെ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടും. അല്ല എന്നുണ്ടെങ്കിൽ തൊപ്പി ഹാജരാകാതിരുന്നാൽ തൊപ്പിക്കെതിരെ തൊപ്പി ഹാജരായിരുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയും അതോടൊപ്പം തന്നെ കേസിൽ ചാർജ് കൊടുക്കും, കുറ്റപത്രം കൊടുക്കുകയും ചെയ്യും എന്നതാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. പോലീസ് ഇപ്പോൾ അനുമാനിക്കുന്നത് തൊപ്പിക്കെതിരെ മറ്റൊരു കേസ് മഞ്ചേരിയിലുണ്ട്. അത് ജാമ്യമില്ലാ വകുപ്പുള്ള കേസാണ്. അതുകൊണ്ടായിരിക്കും തൊപ്പി ഇത്തരത്തിൽ ഒളിവിൽ തുടരുന്നത്. സ്വാഭാവികമായിട്ടും ഈ കേസിൽ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ കേസിനെ അത് തൊപ്പിക്ക് അഫക്ട് ചെയ്യും. അതുകൊണ്ടായിരിക്കാം തൊപ്പി വരാതിരിക്കുന്നതെന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. നേരത്തെ പോലീസ് ലുക്കൌട്ട് സർക്കുലർ അടക്കം തൊപ്പിക്കെതിരെ ഇറക്കിയിരുന്നു. മാത്രമല്ല, തൊപ്പിയും സുഹൃത്തുക്കളും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിനുശേഷം ആരോപണ പ്രത്യാരോപണങ്ങൾ വരികയും ചെയ്തിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ സുഹൃത്തുക്കളെയും മറ്റും ദൃശ്യങ്ങൾ, അശ്ലീല ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്തത് എന്നതാണ് നേരത്തെ പരാതികൾ ഉണ്ടായിരുന്നത്. പുറമേ നിന്നായിരുന്നു പരാതികൾ വന്നിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് DGP അന്വേഷണത്തിന് നിർദ്ദേശിക്കുകയും തൊപ്പിക്കെതിരെ ആലുവ സൈബർ റൂറൽ പോലീസ് കേസെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. എന്തായാലും ഇപ്പോൾ ഇത് തീർപ്പാക്കിയ പശ്ചാത്തലത്തിൽ പോലീസ് ഇപ്പോൾ ഇതാണ് ആലോചിക്കുന്നത്. ശരി, വിവരങ്ങൾ നൽകിയത് രാഗിനാണ്. നമുക്ക് ഒരുപാട് വ്ളോഗർമാരുണ്ട്, ഇൻഫ്ലുവൻസർമാർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ എന്നാണ് നമ്മൾ പലരെയും വിളിക്കാറ്. പലവട്ടം ഞാൻ ഇക്കാര്യം പറഞ്ഞതുമാണ്. ഏത് രീതിയിലാണ് ഇവരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുക, സ്വാധീനിക്കുക എന്നത് ആലോചിക്കുമ്പോഴാണ് ചെറിയ മക്കളടക്കം ശരിയേതാ തെറിയേതാ എന്നറിയാതെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് ചില വ്ളോഗുകൾ കണ്ട ശേഷം. അത് തെറിയെന്നൊന്നും ഇല്ല എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വാദിക്കാൻ വേണ്ടി പറയാം. അതൊക്കെ നമ്മൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിക്കുന്നതിനെ അല്ലേ തെറിയെന്ന് വിളിക്കുന്നത് എന്നൊക്കെ ന്യായത്തിന് വേണ്ടി അല്ലെങ്കിൽ വാദിക്കാൻ വേണ്ടി വേണമെങ്കിൽ പറയാം. പക്ഷേ അശ്ലീലമേത് തെറിയേത് ശരിയേത് ഇതൊന്നും അറിയാത്ത സ്ഥിതിയിലേക്ക് ചില ഇൻഫ്ലുവൻസർമാർ, വളരെ ചുരുക്കം ഇൻഫ്ലുവൻസർമാർ ഒരു തലമുറയെ മാറ്റിക്കൊണ്ടു പോകുന്നു എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല.